എത്തിയോടാ? ഓ മതി അച്ഛാ. നീ ചായ എടുക്കടി, എന്റെ അണ്ണാക്കിന്നൊന്ന് ഇറങ്ങട്ടത്. വരുന്ന ചായ. ആ അപ്പന് സുഖാന്നോടാ? ഓ തന്നെ നിക്കും, അത്രയൊക്കെ ഉള്ളൂ. നിന്ന് മുള്ളുവല്ലേ? ആ അത് മതി. ഇന്നാടാ കുടിക്ക്. അല്ല ബിജുവേ, നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് അപ്പുറത്തെ രമ്മയുടെ വീട്ടില് കള്ളം കേറിയേ? കള്ളം കയറിയോ? യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ കൊള്ളാം. എന്നാ തണ്ട് തടിയാടി, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്നാത്തിന് കൊള്ളാം. പണ്ട് ഈ രമയുടെ വീട്ടിൽ വേറൊരു കള്ളം കയറി. നീ കേക്കണം, ഞാനിതങ്ങ് കണ്ട്. ഞാൻ ഈ കള്ളന്മാരെ പിടിക്കാൻ അങ്ങ് ചെന്ന്, എടാ എന്റെ കയ്യിലാണ് ഏതാണ്ട് ഉണ്ടോ. അതെനിക്കറിയാം. പക്ഷേ അവന്മാറയിലാണെങ്കിൽ മാരകായുധങ്ങൾ മാത്രം. ഞാനാണെ നമ്മുടെ കയ്യാലെന്ന് ഒരു കമ്പങ്ങ് ഓടിച്ച്. ഏത് കയ്യാല? എടാ ഓടിച്ച്, ഞാനാണ് ഇമാറ പുറകിനങ്ങ് ഓടി. യോ, എവിടെ വരെ ഓടി? കോളനട വരെ ഓടി. എന്നിട്ട് അമ്മരെ കണ്ടോ? എവിടെ കാണാനാ? ഈ കുളനടന്ന് പന്തളത്തിനൊരു വഴി, പാണിലിനൊരു വഴി, പുന്തലയ്ക്കൊരു വഴി, ഇതും പോരാഞ്ഞിട്ട് ചെങ്ങന്നൂരിന് വേറൊരു വഴി. അപ്പൊ ഒരു വഴിയില്ലായിരുന്നു അമ്മരെ കണ്ടുപിടിക്കാൻ? ഒരു വഴിയില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഞാൻ പോയ വഴി തന്നെ തിരിച്ചിങ്ങോട്ട് പോന്നു. വീട്ടിൽ കയറാനായിട്ട് നോക്കിയപ്പോൾ ഈ കമ്പ് കയറിയിരിക്കുന്ന കാര്യം. ഞാൻ ഈ കമ്പ് മുറ്റത്ത് അങ്ങിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എന്റെ അമ്മച്ചി എന്നെ തട്ടി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചോദിക്കുക, പത്രോസേ നീ എവിടുന്ന് ഈ മരം പിഴുതോണ്ട് ഇവിടെ വന്ന് ഇട്ടേക്കുന്നതെന്ന്, നീ ഇത് ഇവിടുന്ന് മാറ്റണമെങ്കിൽ കൂപ്പി നാനെ വിളിക്കണമല്ലോടാന്ന്. അവന്റെ കോപ്പിലൊരാന. എന്റെ ബിജുവേ, ഇങ്ങാരുടെ തള്ളും കേട്ടോണ്ടിരിക്കാ നിനക്ക് വല്ല പണിക്കും പൊക്കൂടെ? തള്ളുന്ന നിന്റെ തന്ത മാങ്ങാണ്ടി മത്തായി. മാങ്ങാണ്ടിയോ? ആഹാ, അത് നിനക്കറിയാമല്ലേ? ഇല്ല. എടാ പാതിരാത്രി 12 മണിക്കായാലും മാങ്ങാ പറിക്കാൻ പോവോ? പോത്തില്ല. ഈ നാറി പോയി. ഇവിടെ തന്ത മാങ്ങയും പറിച്ചോണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം പെട്രോളും കഴിഞ്ഞ് പോലീസുകാർ വരുക, അങ്ങ് പൊക്കി. എന്നിട്ട് അയാടാ മാങ്ങാ പറിയാത്തോടെ അങ്ങ് തീർന്നു. ഉള്ളതന്നേ. ഇത് ഞാൻ ഇങ്ങനെ പലതും പറയപ്പെടാ, ഒരു പണിക്കും പോവണ്ടല്ലോ. പിന്നെ ഇവിടെ വരുന്നവന്മാരോട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പഴാ പണി. പാടി ഇടുന്നു. നീ പറടാ. ചേട്ടത്തി പറയുന്നതിലും കാര്യമുണ്ട് അച്ഛാ. അച്ഛൻ ഇങ്ങനെ നാട്ടുകാരുടെ കുശുമ്പും കുഞ്ഞാമ്പൊക്കെ പറയാതെ വല്ല പണിക്ക് വല്ലതും പോരുതോ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി? ആഹാ, നീ ഇവിടെ അങ്ങ് കൂടിയോ? നീ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും. അതെന്തുവാ? നീ ഇറച്ചിക്കണ്ണന്റെ മോനല്ലോടാ. ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറ്. നിങ്ങൾ എന്തിനാ മനുഷ്യ ആ ചെറുക്കനെ തന്തയ്ക്ക് വിളിക്കുന്നേ? നിനക്ക് ഇവന്റെ തന്ത അറിയാൻ മേലാഞ്ഞിട്ടാ. കുറച്ചാളുമ്പ് ഇവന്റെ തന്തയുടെ പുറത്തൊരു മുഴ വന്നേ. മുഴയോ? ഇടി ചൗവടി. ഈ മുഴ ഓപ്പറേഷൻ ചെയ്യാൻ അടൂർ ആശുപത്രി കൊണ്ടുപോയി. ഈ ഡോക്ടർ ഇത് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചു. പിറ്റേ ദിവസം രാവിലെ നാറി എന്ന് ഡോക്ടറിനോട് ചോദിക്കുക, എന്റെ പുറത്തുനിന്ന് എടുത്ത് 1.5 കിലോ ഇറച്ചിയുടെ കാശ് തരാൻ. അതും കിലോയ്ക്ക് 600. ആ അന്ന് അത്ര ഉണ്ടെന്ന്. 600 രൂപയോ? എന്നിട്ട് നേരത്തെ 350 രൂപ കൊണ്ട് തന്നു. എണീറ, എന്റെ തിണ്ണയിരുന്ന് ചന്തി ഇറക്കാം. എഴുന്നേരം അങ്ങോട്ട്, നേരം അങ്ങോട്ട്. ഇടി ശോശേ, നീ എപ്പോഴും എന്നോട് ചോദിക്കത്തില്ലയോ അപ്പുറത്തെ രമേശൻ എന്താ പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടാത്തതെന്ന്? അതെങ്ങനെ കിട്ടാനാ? ആ പഞ്ചായത്തിൽ അലമാരിക്കകത്ത് മുഴുവൻ ഇവന്റെ കുടുംബക്കാരുടെ അപേക്ഷകൾ. അതിനെനിക്ക് കക്കൂസും വീടും ഒക്കെ ഉണ്ടല്ലോ. നീ ഇവന്റെ കക്കൂസ് കണ്ടുണ്ടോ? ഇല്ല. കാര്യം സാധിക്കണമെങ്കിൽ കൂടെ ഒരാൾ ഇങ്ങനെ പോണം. അതെന്തിനാ? ഇതിന്റെ ഡോറ് ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കണം. അതെന്തിനാ പിടിച്ചോണ്ടിരിക്കണം? അവിടെ എവിടെയും ചാരി വെച്ചൂടെ? ചാരി വെക്കാൻ ഒരു ഭിത്തി വേണ്ടേ? അതും ഇല്ലേ? ഇല്ല. ഇവൻ ഈ ഡോറും കൊണ്ട് എവിടെ പോയിരിക്കുന്നോ അതാണ് ഇവന്റെ കക്കൂസ്. എന്റെ ആ പറമ്പിലങ്ങാണ് നിന്നെ കണ്ട ഓടാ. പിന്നെ ഇവന്റെ വീട് അതെങ്കിലും ഉണ്ടല്ലോ. ഉണ്ട്. ഒരു ഭിത്തി 2 കവളമടലെ ചാരി വെച്ചേക്കുക. അവന്റെ വീട്. ചേട്ടത്തി, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. എടാ ബിജു, നീ പോവാണോ? ആ ടാർപ്പ കെട്ടുമ്പോഴേ കസാരയായിട്ട് ഞാനിങ്ങി വരാം. ഇറങ്ങടാ, ഇറങ്ങടാ, എന്റെ വീട്ടിൽ.